ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CP സുരേഷ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് പാലച്ചീരയും കടലപ്പരിപ്പും വെച്ചിട്ടുള്ള ഒരു തോരനുമായിട്ടാണ്. ഈ പാലച്ചീര എന്നത് കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സി, അയൺ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഇലച്ചെടിയാണ്. എന്നാൽ ഈ പാലച്ചീര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പാലച്ചീര. ഇത് ഞാൻ കഴുകിയെടുത്ത് ഒരു അരിപ്പയിൽ വെള്ളം മുറാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. പാലച്ചീര റെസിപ്പി ഉണ്ടാക്കാനായി ഒരു കടായി ഞാൻ സ്റ്റൗ മീത വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഇത് അവിടെ നിന്ന് പൊട്ടി വരട്ടെ. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് സോട്ടാക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഉള്ളി വഴറ്റുവാൻ വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് കട്ട് ചെയ്ത് വെച്ച പാലച്ചീര ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് മൂടിയിട്ട് വേവിച്ചെടുക്കാം. മൂടി തുറന്ന് നോക്കാം. ഇത്രയും ആയാൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കടലപ്പരിപ്പാണ്. അത് ഞാൻ ഉടയാതെ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഉടഞ്ഞു പോകാൻ പാടില്ല. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. കടലപ്പരിപ്പ് ഞാൻ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. പാലച്ചീരക്ക് വേണ്ടുന്ന ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിരുന്നു. എന്നാൽ നമുക്കത് 1 മിനിറ്റ് കൂടി ഇത് മൂടിയിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില കൂടി തൂവി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് പാലക്കും കടലപ്പരിപ്പും ഉള്ള തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ പാലക്കും കടലപ്പരിപ്പും വെച്ചുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.